കഴിഞ്ഞ ദിവസം പുത്തൻപുലരിയിൽ നമ്മൾ വളരെ കൗതുകകരവും അതേസമയം വലിയ ഒരു നാടിൻ്റെ പ്രശ്നവും അവതരിപ്പിച്ചിരുന്നു. ഏതാനും കുട്ടികൾ ചേർന്ന് അവരുടെ വീട്ടിലേക്കുള്ള അവർ താമസിക്കുന്ന ഇടത്തേക്കുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥ നാട്ടുകാരുടെ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അത് ജനം ടി വിയിലൂടെയാണ് അവതരിപ്പിച്ചത്. അവരെല്ലാവരും ചേർന്ന് MP-ക്കും MLA-ക്കും കത്തെഴുതി. ആ കത്തെഴുതുന്നത് മുതലുള്ള ദൃശ്യങ്ങളും അവരുടെ ആവശ്യവും ജനം ടി വി അവതരിപ്പിച്ചിരുന്നു. അതേ തുടർന്നുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഇന്ന് പറഞ്ഞിരുന്നത്. ഇത് ഫോളോ അപ്പ് ചെയ്യണമെന്ന് കൃത്യമായ നിർദ്ദേശം പ്രേക്ഷകരിൽ നിന്ന്, പ്രത്യേകിച്ച് ദിനേശ് ജിയിൽ നിന്നുണ്ടായിരുന്നു. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ദിനേശ് ജി, താങ്കൾ പറഞ്ഞൊരു കാര്യം നമ്മൾ നടപ്പാക്കി എന്നുള്ളത്. മലപ്പുറം കൊണ്ടോട്ടിയിലെ മേലെ പുതുക്കോട് കാടേപ്പാടം റോഡിലെ ശോചനീയാവസ്ഥ ജനം ടി വി വാർത്തയിൽ നടപടി. കുട്ടികൾ കത്തെഴുതിയ വാർത്ത മനസ്സിന് വേദനയുണ്ടാക്കുന്നതെന്ന് സ്ഥലം MLA TV ഇബ്രാഹിം. ഉടൻ നടപടി ഉണ്ടാകുമെന്നും MLA ജനം ടി വിയോട് പറഞ്ഞു. കുട്ടികളുടെ ഇത്തരം പ്രവണതകൾ സമൂഹത്തിന് നല്ലതായി ഭവിക്കുമെന്നും അദ്ദേഹം ജനം ടി വിയോട് പ്രതികരിച്ചു. മലപ്പുറം കൊണ്ടോട്ടിയിലെ കടേപ്പാടം മേലെ പുതുക്കോട് റോഡ് യാത്രായോഗ്യമല്ല. 25 വർഷത്തിലധികമായി ഇവിടത്തുകാർക്ക് ദുരിതപൂർണമായ യാത്രയാണ്. വിഷയം ജനം ടി വി വാർത്തയാക്കി. പിന്നാലെ കുട്ടികൾ കത്തെഴുതിയ വാർത്ത മനസ്സിന് വേദന ഉണ്ടാക്കിയതായി സ്ഥലം MLA TV ഇബ്രാഹിം ജനം ടി വിയോട് പ്രതികരിച്ചു. വാഴൂർ പഞ്ചായത്തിലെ കാടേപ്പാടം മേലെ പുതുക്കോട് റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് എന്നുള്ളത് ഈടെ അടുത്താണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് കുട്ടികളെല്ലാം കൂടി, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളെല്ലാം കൂടെ, പ്രൈമറി വിദ്യാർത്ഥികൾ, കൊച്ചു പയ്യന്മാർ, പെൺകുട്ടികളും അവർ കത്തെഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു നിലക്ക് സങ്കടവും മറ്റൊരു നിലക്ക് സന്തോഷം തോന്നി. കുട്ടികൾ ഇതുപോലത്തെയുള്ള കാര്യങ്ങൾ അവർ കൃത്യമായി നേരിട്ട് ഇടപെടുന്നു. MLA-ക്ക് കത്തെഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷവും തോന്നി. അപ്പോൾ എന്തായാലും ഈ കുട്ടികൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം തീർച്ചയായിട്ടും പരിഹരിക്കണം. അതിന് ഞാൻ മുൻകൈ എടുക്കും. ഈ റോഡ് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ. നിരവധി തവണ പരാതിയുമായി അധികാരികൾക്ക് മുൻപിലെത്തിയിട്ടും അവഗണന തുടർന്നതോടെയാണ് കടേപ്പാടത്തെ കുരുന്നുകൾ തന്നെ MLA-ക്ക് കത്തെഴുതിയത്. ഇനി യൂണിഫോമിൽ ചെളി പുരളാതെ സ്കൂളിൽ പോകാമെന്ന സന്തോഷത്തിലാണ് ഈ കുരുന്നുകളും. ജനം, മലപ്പുറം. സോണൽ ചേരുന്നുണ്ട്. സോണൽ, ദേവിക, MLA-യുടെ വാക്കുകൾ മുഖവിലക്കെടുത്താൽ അത് വളരെ ആത്മാർത്ഥതയുള്ളതാണ്, ജെനുവിനാണ് എന്നാണ് തോന്നുന്നത്. അദ്ദേഹം സങ്കടവും ഒപ്പം കുട്ടികൾ ഈ മുൻകൈ എടുത്തതിലുള്ള സന്തോഷവും പങ്കുവയ്ക്കുന്നു. സോണൽ, ഇനി നമ്മുടെ ജോലിയാണ്. കുട്ടികൾ അവർ ചെയ്യാനുള്ളത് ചെയ്തു, നമ്മളത് ഏറ്റെടുത്തു. ഇനി ഒരു ഭാഗത്ത് സോണലും മറുഭാഗത്ത് തിരുവനന്തപുരം ബ്യൂറോയും MLA-യുടെയും തുടർന്ന് ഏത് വകുപ്പാണോ ഇത് ചെയ്യേണ്ടത്? പഞ്ചായത്ത് റോഡാണോ അതോ ഇനി PWD ചെയ്യേണ്ട റോഡാണോ? ഇതിലൊക്കെ വ്യക്തത വരണം. എന്തായാലും തുടർച്ചയായി ഫോളോ അപ്പ് എന്നുള്ള ഒരു അടിസ്ഥാന പാഠം പിന്തുടർന്നുകൊണ്ട് തന്നെ പോകാം. സോണൽ, കുട്ടികളുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒരു പ്രതികരണം എന്താണ്? എന്തായാലും ഒരു പ്രതികരണം വന്നിരിക്കുന്നു, ഇതിൽ ഇടപെടാം എന്ന്, അല്ലേ? തീർച്ചയായും പ്രദീപ്, ഏറെ സന്തോഷത്തോടെയാണ് ആ നാട്ടിലെ ജനങ്ങൾ നമ്മളെ ഇന്ന് അവിടെ പോയപ്പോഴും സ്വീകരിച്ചത്. എല്ലാവരുടെ കണ്ണിലും ആ പ്രതീക്ഷയുടെ തിളക്കം അത് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ എത്തിയപ്പോൾ തന്നെ എല്ലാവരും നമ്മളെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ കൈപിടിച്ച്, പ്രായമായ അമ്മമാരുൾപ്പെടെ നമുക്ക് പ്രതീക്ഷ ഏറിയിട്ടോ ഒരുപാട് നന്ദിയുണ്ട് ജനം ടി വിക്ക് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം എന്ന് വേണം നമുക്ക് നോക്കിക്കാണാൻ. നമ്മളെ ഈ വാർത്ത ചെയ്യുന്നത് ജൂലൈ 1-നാണ്. അതിന് പിന്നാലെ തന്നെ ഈ വിഷയം കൃത്യമായിട്ട് ചർച്ചയാകുന്നു. MLA-യുടെ ഒരു ഇടപെടൽ, TV ഇബ്രാഹിം കൊണ്ടോട്ടി MLA ആണ്, അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ ഇതിലുണ്ടാകുന്നു. ഇന്നലെ തന്നെ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടർ ആയിട്ടുള്ള ടിൻഡുവിനോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കൃത്യമായി തന്നെ ഒരു 3-4 മാസത്തിനുള്ളിൽ ആ റോഡിന്റെ പണി ആരംഭിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള
ഒരു വാർത്ത. ഈ കുട്ടികൾ കത്തെഴുതിയ സംഭവം അത് ഏറ്റവും മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒന്നായി എന്നുള്ളത് കൂടി TV ഇബ്രാഹിം പറയുന്നുണ്ട്. ഏറ്റവും മനസ്സിൽ തട്ടി തന്നെയാണ് അദ്ദേഹം ആ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരുപാട് തവണ ആ പ്രദേശത്തെ ആളുകൾ അധികാരികൾക്ക് മുമ്പിൽ എത്തിയതാണ്, ആ പരാതിയും നിവേദനവുമായി എത്തിയതാണ്. അപ്പോഴൊക്കെ അവഗണന മാത്രമായിരുന്നു അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഈ വിഷയം ഏറ്റെടുത്ത് കുട്ടികൾ തന്നെ രംഗത്തെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പ്രിയപ്പെട്ട MLA എന്ന് പറഞ്ഞുകൊണ്ട് MLAക്ക് കത്തെഴുതുന്ന ഒരു സാഹചര്യം, ആ പ്രിയം MLAയും തിരിച്ചു കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട ടാറിംഗ് നടപടികളൊക്കെ തുടങ്ങും എന്നുള്ളതാണ് MLA പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ചർച്ചകളൊക്കെ തന്നെ, ആദ്യഘട്ട ചർച്ചകളൊക്കെ തന്നെ കഴിഞ്ഞു. തുടർച്ചയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളും ഈ വാർത്തയുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. കാരണം അവർ നമ്മളിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. നമ്മൾ എത്തിയപ്പോഴും വാർത്ത കൊടുത്തപ്പോഴും അവരുടെ കണ്ണിൽ ആ പ്രതീക്ഷയുടെ തിളക്കം നമ്മൾ കണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രദീപ.